ഹലോ, ഓടി വന്നേ, ഓടി 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 വാ, പെട്ടെന്ന് ഓടി വരൂ. നമുക്ക് പെട്ടെന്ന് ജോലിയൊക്കെ ഒരുക്കിയിട്ട് എനിക്ക് ഒരു സ്ഥലം വരെ പോകാണ്ട്. ഒരു സ്ഥലത്ത് 1-2 സ്ഥലങ്ങളിൽ പോകണം. നിങ്ങൾ ഓടി വന്നാലേ ഞാൻ എവിടെയൊക്കെ പോകണമെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. ഞാൻ ഇവിടെ പോകണമെന്ന് ഇപ്പം തന്നെ പറഞ്ഞത്. അരി അടുപ്പിൽ കിടന്ന് തിളയ്ക്കുന്നുണ്ട്. ഞാൻ കുറച്ച് കാബേജ് അങ്ങോട്ട് കൊത്തി കൊത്തി കുരുകുനായിട്ട് അരിഞ്ഞ് തോരൻ വയ്ക്കാനെടുത്തു. ചെറിയൊരു മുട്ടക്കറി വെച്ചു, മീൻ കറി വെച്ചു, പിന്നെ ചമ്മന്തി അരച്ചു കേട്ടോ. ഇന്ന് ചമ്മന്തിയാണ്, ദോശയ്ക്ക് ചമ്മന്തിയാണ്, രാവിലെ ഉച്ച ഊണിന് ചമ്മന്തിയുണ്ട്. ഇങ്ങനെ എല്ലാ ജോലി ഒതുക്കി വെച്ചിട്ട് നമുക്ക് ആദ്യം പോകണം ഒരു സ്ഥലത്തേക്ക്, രണ്ടാമതൊരു സ്ഥലം പോകണം, മൂന്നാമതൊരു സ്ഥലത്ത് പോകണം. നിങ്ങളെല്ലാവരും ഓടി വരണം കേട്ടോ. എല്ലാവരും ഓടി വാ, ചാടി വാ, ഓണമായിട്ട് പാടി വാ. എല്ലാവരും ഓടിച്ചാടി പാട്ടും പാടി ഓടി വന്നേ ലതികാസ് വ്ലോഗിലേക്ക്. എല്ലാ കൂട്ടർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി ഓണം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. പിന്നെ എന്തൊക്കെയുണ്ട്, സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറച്ച് പേരെ ഒന്നും കാണാനില്ല. ഇടയ്ക്കൊക്കെ ഇവിടെ നിന്നൊക്കെ ചെറുതായിട്ട് വരണുണ്ട്. ഇപ്പം പിന്നെ ഇടയ്ക്കൊന്നും കാണുന്നില്ല. എവിടെ പോയി? ഓണത്തിരക്കാണോ, ഓട്ടമാണോ ഒന്നും അറിയാൻ പാടില്ല. എൻ്റെ മീൻ കറി റെഡിയായി വരുന്നുണ്ട്. കേബേജ് തോരൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാനിതാ മുട്ടക്കറി വയ്ക്കാവുന്ന തിരക്കിലാണ്. ഓടിപ്പാ, ഞാൻ ജോലി ചെയ്യുക, എന്നിട്ട് ഓടി പോയി പാലെടുക്കുക, ഷീറ്റടിക്കുക, അങ്ങനെയൊക്കെയുള്ള ജോലികളില്ലേ. അപ്പോൾ നമുക്ക് ഓടിയും പാടിയൊക്കെ ഓടിപ്പോയി ജോലികളൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ഓടി പണികളൊക്കെ ചെയ്യാം. ഇനി നമുക്ക് എന്താ ചെയ്യണമെന്നറിയാമോ? നമുക്ക് തോരൻ വയ്ക്കാം. അങ്ങനെ ഞാൻ കേബേജ് തോരന് വേണ്ടി തപ്പി ഇടയാണ് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അതിനെ മൂടി വെച്ച് അങ്ങ് വേവിച്ച് റെഡിയാക്കി എടുക്കുമ്പോൾ അതൊരു സൈഡിൽ റെഡിയാവും. മുട്ടക്കറി റെഡിയായി കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ പോണു. ഓടി വന്നേ എല്ലാവരും, എനിക്ക് കൂട്ടിന് ഓടിവാ, വന്ന് സഹായിക്കൂ. ഞാനിതാ റെഡിയായി, അടുത്തൊരു വേഷം ഇട്ടു. റബ്ബർ പാൽ എടുക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ പാലൊക്കെ എടുത്തിട്ട് വന്നിട്ട് കുളിച്ചും കൊണ്ട് മേലൊക്കെ കുളിച്ച് വേറൊരു ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് ഞങ്ങൾ അടുത്തുള്ളൊരു സ്റ്റോറാണ്, നാരായണീയം എന്നാണ് സ്റ്റോറിൻ്റെ പേര്. സൂപ്പറാണ്. ഒരു ചെറിയ കടയാണെങ്കിലും അതിനകത്ത് എല്ലാ സാധനങ്ങളും ഉണ്ട്. അത്യാവശ്യമുള്ള സകല സാധനങ്ങളും ഉണ്ട്. ഇതാണ് അവിടുത്തെ മുതലാളി. പാവം കൊച്ചാണ്, എല്ലാവരോടും വലിയ കാര്യമാണ്. അവൾ എങ്ങനെ കച്ചവടം പഠിച്ചു കഴിഞ്ഞു. അങ്ങനെ ഇവിടെ അത്യാവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ചെറിയ ഒരു വീട്ടിൽ ആവശ്യമുള്ള പാത്രങ്ങളും അതേപോലെ തന്നെ കൺമഷി മുതൽ എല്ലാ സാധനങ്ങളും നമ്മൾ എന്ത് ചോദിച്ചാലും അവൾ എടുത്ത് തരും. ചെറിയ കടയാണ്. ചെറുതെന്ന് പറഞ്ഞാൽ തീരെ ചെറുതൊന്നുമല്ല, എന്നാൽ ഒരു ചെറിയ കടയാണ്. നമ്മളെ നാട്ടിലുള്ളൊരു ചെറിയ കടയാണ്. അത്യാവശ്യ സാധനങ്ങളുമായി എൻ്റെ കൊച്ചുമോനും ഉണ്ട് കേട്ടോ. അവനും ഇവിടെ നിൽപ്പുണ്ട്. ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ക്യൂടെക്സ്, പൊട്ട്, സ്ലൈഡ്, വീടിനകം തൂക്കാനുള്ള തുറപ്പ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ. വാങ്ങിച്ചിട്ട് പോവേണ്. നല്ല കടയാണ്. ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഈ ഉൾഭാഗം മാത്രമേ കാണിച്ചുള്ളൂ. അവനെ വിളിച്ചവൻ വരണില്ല, എൻ്റെ കൂടെ അവിടെ നിൽക്കാൻ. അവൻ ഇനി അവിടെ നിന്നാൽ അവൻ വരണില്ല എന്നാണ് പറയണേ. അവളോട് എന്നെ ചൂണ്ടി കാണിച്ചിട്ട് അവൻ വരില്ല എന്നാണ് പറയണത് കേട്ടോ. അത് കഴിഞ്ഞു. അവിടെ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, അങ്ങനെ ഫ്രൂട്ട്സ് ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ബദാങ്ക, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ അത്യാവശ്യം പിള്ളേർക്കുള്ള പ്രോട്ടീൻ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയപ്പോഴേക്കും ചെടികൾ വിൽക്കാൻ വച്ചിരിക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി റോസാ ചെടികളൊക്കെ ഉണ്ട്. എനിക്കിനിയിപ്പോൾ 4-5 എണ്ണം വാങ്ങി വീട്ടിൽ വയ്ക്കണം. അങ്ങനെ നല്ല അടിപൊളി റോസാ ചെടികൾ, പല ചെടികൾ കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. നമ്മളെ മുറ്റത്ത് തന്നെ വന്നെത്തിക്കഴിഞ്ഞല്ലോ ചെടികൾ. നമുക്കപ്പം വാങ്ങാൻ എളുപ്പമുണ്ട്. എല്ലാവർക്കും ഹാപ്പി ഓണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ലതികാസ് വ്ലോഗിലേക്ക് താങ്ക് യു.